ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ഗൈസ്? എല്ലാവർക്കും സുഖല്ലേ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് മീ അൻഷിഫ. എനിക്ക് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. ഈ സന്തോഷത്തിൻ്റെ ഒരു കാരണമുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ ബസ്സിലാണ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് എടുക്കാന്നറിയോ, ഒരു പെട്ടി വാങ്ങാൻ വേണ്ടിയാട്ടോ. അപ്പം ഞാൻ പോകുമ്പോൾ നമുക്ക് പെട്ടി വേണം, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പെട്ടി വാങ്ങാൻ വേണ്ടിയാട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു ട്രോളി നോക്കാം. അങ്ങനെ ഒരു ട്രോളി നോക്കിയിട്ട് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ട്രോളി. അപ്പോൾ ട്രോളിയൊക്കെ സെറ്റാക്കി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബില്ലാക്കാണ് കേട്ടോ. നല്ല ഉണ്ട് എൻ്റെ ട്രോളി, ഇങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ട്രോളി വാങ്ങാണ്. ഇതാണ് ഗൈസ് ഞാൻ വാങ്ങിയ ട്രോളി. പക്ഷേ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു അറിയോ എനിക്ക് നല്ലൊരു ട്രോളി വാങ്ങണമെന്ന് ഗൈസ്. അങ്ങനെ ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച ഒരു ട്രോളി വാങ്ങാണ് ഗൈസ്. അതിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അത് ഡാമേജ് ആയിപ്പോയി ഗൈസ്. അപ്പോൾ കുറേ നാൾ ദേഷ്യമാണ് ഞാൻ ഒപ്പാസ് ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ട്രോളി വേണമെന്ന്. അങ്ങനെ ഞാൻ ഒരു ട്രോളി വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ ബില്ലൊക്കെ കഴിച്ചു. എന്തൊരു സുഖം ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളെ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ഗൈസ്, പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ അങ്ങനെ ട്രോളിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് വന്നത്. ഇവിടെ നല്ല പൊറോട്ടല്ല, സോറി, ചപ്പാത്തിയും കുറുമ കറി കിട്ടും കേട്ടോ. എന്തോരം ടേസ്റ്റാണ് കേട്ടോ. ഞാനങ്ങനെ വാങ്ങിയത് ചപ്പാത്തിയും കുറുമ കറിയാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയില്ലൊക്കെ, അപ്പോൾ അങ്ങനെ അത് ക്ലിയർ ഇല്ലാത്തത്. അങ്ങനെ ഗൈസ് ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇവിടെ നോക്കി എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പോകുമ്പോഴേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ചല്ല, കുറച്ച് അധികം വാങ്ങാനുണ്ട് ഗൈസ്. എന്തൊക്കെ വാങ്ങാനുണ്ടെന്നറിയോ? ഞാൻ കുറേ ലിസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ. എനിക്കറിയില്ല ഗൈസ്, എന്ത് സന്തോഷമാണെന്നറിയോ. എത്ര നാൾ ഗൈസ് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്ന സ്ഥലമായിരുന്നു ഗൈസ് പോകണമെന്ന് ഗൈസ്. അങ്ങനെ ഒടുവിൽ എനിക്ക് പോകാൻ പറ്റുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ പള്ളി പോയി നിസ്കരിച്ചിട്ടല്ല, പിന്നെ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടു. പിന്നെ അപ്പോൾ ഞങ്ങൾ പർച്ചേസിന് റെഡിയായി ഗൈസ്. അപ്പോൾ ഇപ്പം മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും മാങ്ങ കേട്ടോ. ഏതൊക്കെ മാങ്ങ നോക്കി പോകുന്നത് എന്തോ ഒരു രസം അറിയാം, കാണാൻ നല്ല രസമില്ലേ. പിന്നെ ഭയങ്കര ആളായിരുന്നു ടൗണിൽ. പിന്നെ പെരുന്നാളിൻ്റെ ടൈമും സ്കൂൾ തുറക്കുന്ന ടൈമായതുകൊണ്ടായിരിക്കണം ഇത്ര അധികം ആൾക്കാർ. നോക്കിയാണ് ഇങ്ങനെ മഞ്ഞ പച്ചപ്പൊക്കെ ഇങ്ങനെ ഒരു കളറായിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ. എനിക്ക് കണ്ണുക്കെല്ലാം മഞ്ഞായിട്ട് കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ബേക്കറി ഐറ്റംസ് വാങ്ങാൻ പോയട്ടോ. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അങ്ങനെ മിച്ചർ, കാരകടി, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അധികം തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പർച്ചേസ് ആക്കാണ് കേട്ടോ. ഇവിടെ ഹോൾസെയിൽ ഷോപ്പിൽ വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങുന്നുള്ളത്. അപ്പോൾ ബേക്കറിയിൽ നിന്നല്ല, ഇവിടെ കാസർഗോഡ് ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇതെല്ലാം വാങ്ങുന്നത്. അതിൻ്റെ അടുക്ക് എൻ്റെ കുഞ്ഞാറ്റിൻ്റെ കുറേ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ വലിക്കുക അവനെ എടുക്കാമെന്നൊക്കെ. ഇതാണ് ഗൈസ്. അപ്പോൾ ഒരു ഇങ്ങനെ ബോക്സ് ആക്കി ഞങ്ങളെല്ലാം ഇതിൽ കൊണ്ടുപോകാൻ ഈസിയാണല്ലോ. പിന്നെ ഇപ്പുറത്തെ ഷോപ്പിൽ വന്നിട്ട് അവിടുന്ന് മസാല ഐറ്റംസ്, പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിരുന്നത്. കുറച്ചധികം മസാല ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഈ മസാല ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഞാൻ പോയത് മണി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് പൈസ എക്സ്ചേഞ്ചൊക്കെ ചെയ്തു. പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ പോകണം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ബൈ.